അല്ല നാരായണൻകുട്ടി, ആ 7A തടിച്ച് വെളുത്ത് നല്ല പച്ച ചിരിയുമായ ഒരു പെങ്കൊച്ചിനെ 3-4 ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ. അത് നമ്മുടെ KPRന്റെ ആരെങ്കിലും ആണോ? പക്ഷേ എന്റെ പോലെ അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. കൊറേ നേരമല്ലോ തുടങ്ങിയിട്ട്. എന്ത് കാണാനാ? ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗി. നമ്മൾ ആരാണാവോ? രാധ, സീത. സോറി സാർ. നല്ല ബെസ്റ്റ് ചേർച്ച. നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലടാ? ഇതുപോലൊരു മുതലിനെ ഞാൻ ആദ്യമായിട്ട് കാണണ. എന്തോടാ പറഞ്ഞേ? അണ്ണാ ഞാൻ കണ്ടണ്ണ. കണ്ടോടാ കണ്ടോടാ കണ്ടു. ഞാൻ കണ്ടു. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്റെ ഈശോയെ ഒന്ന് അടച്ചു വെക്കണ്ടായിരുന്നോരെ. ആശ്രയിരിക്കണ പോലെ വായി തുറന്നിരിക്കണത്. അയ്യോ വേണ്ട വേണ്ട, എനിക്ക് നിന്നെ പോലെ ഈ കാര്യത്തിൽ ആക്രാന്തമില്ല. ഇങ്ങനെ കാണുന്നതാണ് എന്റെ ഒരു സുഖം. താൻ കൊള്ളാലോടോ തീപ്പെട്ടിക്കുള്ളി. കിട്ടിയെന്ന് വരില്ല. എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ. ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നൊന്നും ഓർമ്മയില്ലടോ. കുനിഞ്ഞ മർമ്മ അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച? എന്തിനാ കുനിഞ്ഞത്? നീ വരാൻ വേണ്ടി കുനിഞ്ഞതാ. ആണല്ലേ? എല്ലാവർക്കും എന്നെ മതി. ഒന്നുമില്ല, മനസ്സ് പതറരുത്. നല്ല ബോഡി ഷേപ്പ്. അല്ല, ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ അപാരം. വൃത്തികെട്ടവൻ. നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? നല്ല തറവാട്ടുകാരാ, ദാനധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ.